അപ്പോൾ വീണ്ടും നമ്മളിതാ റെഡ് കാർപ്പറ്റിൽ ഇങ്ങനെ കൂടുതൽ വിശേഷങ്ങൾ പറയാനായിട്ട് ഞാൻ നിങ്ങളെ കൊണ്ടുവന്നിരിക്കുകയാണ്. സായൻസിനോട് ചോദിക്കട്ടെ, അതായത് ഒരു ഗവൺമെന്റ് എംപ്ലോയി ആയിട്ട് ഇരിക്കുകയാണല്ലോ, ഇപ്പോഴും അത് കണ്ടിന്യൂ ചെയ്യുന്നില്ലേ? അപ്പൊ ആ ജോലിയും ഈ ഒരു ജോലിയും തമ്മിൽ ഒരു ബന്ധമില്ലല്ലോ, എങ്ങനെ ഇത് രണ്ടും കൂടി മാനേജ് ചെയ്ത് പോകുന്നത്? എന്ത് ജോലി നമ്മൾ ചെയ്യുന്നോ അതിനകത്ത് നമ്മുടെ ഹാപ്പിനെസ് കാണുക. ഞാനിപ്പം അഭിനയിക്കുന്നത് ഞാനൊരു വെറും സാമ്പത്തികത്തിന് വേണ്ടിയിട്ട് മാത്രമല്ല അഭിനയിക്കുന്നത്. അതെ, ഞാൻ എൻജോയ് ചെയ്യണത്. ഞാൻ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്ത് ജീവിക്കുന്ന ഒരു ജോലിയാണിത്. അതുപോലെ തന്നെയാണ് ഞാൻ ചെയ്യുന്ന ഒരു ഗവൺമെൻറ് ജോലി. ഞാൻ അത് നന്നായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട്. പിന്നെ എനിക്ക് കിട്ടിയിട്ടുള്ള എൻ്റെ സഹപ്രവർത്തകർ, ഞാൻ ആദ്യം മുതൽ ജോയിൻ ചെയ്ത ഓഫീസ് തൊട്ടുള്ള എൻ്റെ സഹപ്രവർത്തകർ എന്ന് പറയുന്നത് ഒരു എക്സലൻറ്റ്, ഭയങ്കര സപ്പോർട്ടെന്നൊന്നും പറഞ്ഞാൽ പോരാ. അവരെ എനിക്ക് അത്രയ്ക്കും സപ്പോർട്ട് കിട്ടുന്നതുകൊണ്ടാണ് ഞാൻ ആ ജോലിയും എനിക്ക് രണ്ടും കൂടെ ഒരുമിച്ച് കീപ്പ് ചെയ്തുകൊണ്ട്. അല്ലെങ്കിൽ ഒരുപാട് പേര് ജോലി റിസൈൻ ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ. എന്തിലാണ് വർക്ക് ചെയ്യുന്നത്? ഞാൻ രജിസ്ട്രേഷൻ ഡിപ്പാർട്ട്മെന്റിൽ IG ഓഫ് രജിസ്ട്രേഷനിലെ ക്ലർക്കാണ്. പ്രീതയുടെ അതായത് ഒരു വിവാഹ ജീവിതത്തിലേക്ക് കടന്നിരിക്കുകയാണ്. അപ്പൊ ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ടിനെ തന്നെയാണ് ജീവിതത്തിൽ കൂട്ടിയിരിക്കുന്നത് അല്ലേ? സോ എങ്ങനെയായിരുന്നു ആ ഒരു, ഇപ്പോഴും ആ ബെസ്റ്റ് ഫ്രണ്ടായിട്ട് തന്നെയാണോ? അതെ, അത് ഇതുവരെയും ഒരു മാറ്റം വന്നിട്ടില്ല. ഇപ്പൊ 2 വർഷം കംപ്ലീറ്റ് ചെയ്തു. ഞാൻ വിവേകിന്റെ ഇതില് ഞങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഏറ്റവും കൂടുതൽ ഞങ്ങൾ മനസ്സിലാക്കിയ ഒരു കാര്യം, ഞങ്ങൾ എന്താണോ അന്ന് മുമ്പ് ചെയ്തിരുന്നത് അത് തന്നെയാണ് ഇപ്പോഴും കണ്ടിന്യൂ ചെയ്തോണ്ടിരിക്കുന്നത്. ഭയങ്കര പൈങ്കിളി റൊമാൻസ് അതൊന്നും ഉണ്ടാവില്ല? പണ്ടേ ഇല്ലടോ, അതാണ് പ്രശ്നം. ഞങ്ങൾ പണ്ട് ഫ്രണ്ട്സ് എങ്ങനെയാണോ ബിഹേവ് ചെയ്യുന്നത് അതുപോലെ തന്നെ ബിഹേവ് ചെയ്യുന്നത്. പ്രണയം തോന്നി ആരാണ് ആദ്യം പറഞ്ഞത്? എന്നോട് ഫസ്റ്റ് വിവേകാണ്. അതിലും ഒട്ടും പൈങ്കിളില്ലായിരുന്നു. ചെറിയൊരു ഡ്രാമാറ്റിക് സിറ്റുവേഷൻ ഉണ്ട്. കാര്യം എനിക്ക് ഫസ്റ്റ് ഒരു വേറൊരു റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു. വേറൊരു റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു. ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പ് ആയിരുന്നു. ഇവിടെ ഉള്ള ഒരാളല്ല, നോർത്തി ആയിരുന്നു. അപ്പോ അത് ബ്രേക്കപ്പ് ആയ സമയത്ത് ഞാൻ ഇങ്ങനെ വിഷമിച്ച് ഭയങ്കര സങ്കടമായിരിക്കുമല്ലോ, പൊതുവെ നമുക്ക് എല്ലാവർക്കും ഭയങ്കര സങ്കടമായിരിക്കുമല്ലോ. അപ്പൊ ആ സമയത്ത് വിവേക് ഒരു ദിവസം രാത്രി ഫോണിൽ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ എന്നോട് പറഞ്ഞു, അപ്പൊ ഞാൻ പറഞ്ഞു, ഓയോ വിവി, നീ എന്റെ കൂടെ ഫ്രണ്ട് ആയിട്ട് എപ്പോഴും കാണുമെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ കാണും, പക്ഷേ നാളെ നീ ഒരാളെ കല്യാണം കഴിച്ച് പോകുമ്പോൾ അയാൾ പറയാണ് എൻ്റെ ഫ്രണ്ട്ഷിപ്പ് പാടില്ല എന്ന് പറഞ്ഞാൽ നീ എന്ത് ചെയ്യും? അപ്പം ഞാൻ പെട്ടെന്ന് വളരെ ഇന്നസെന്റ് ആയി, അയ്യോ അപ്പോൾ പിന്നെ എന്ത് ചെയ്യും അല്ലേ? ശരി, അങ്ങനെ ഒരു ചാൻസ് ഉള്ളൂ. അപ്പോൾ എന്നോട് പറയാ, അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യും, നമുക്ക് കല്യാണം കഴിച്ചാലോ. ഞാനേ ഒരു സെക്കൻഡ് ഞാൻ ഇതെന്താ ഇങ്ങനെ, ഇതെന്തേ? ഹലോ, അല്ല ഞാൻ സീരിയസ് ആയിട്ട് ചോദിച്ചതാണ്. അപ്പൊ ഞാൻ സമയം പെട്ടെന്ന് നോക്കും, 3 മണി, എളുപ്പരാവിലെ 3 മണിക്ക് എഴുന്നേറ്റിരുന്ന് സംസാരിക്കണം. ഈ പറഞ്ഞ സാധനങ്ങൾ വൃത്തിയായ ഒരു പേപ്പറിൽ എഴുതിയാൽ ഇത് അസൽ ഭയങ്കരയാണ്. ടോക്ക് എന്ന് പറയുന്നത് നമ്മൾ ഒരിക്കലും വേറൊരു രീതിയിലുള്ള ഒരു ടോക്ക് അല്ല. നമ്മൾ സാധാരണ ഇപ്പൊ ഞാൻ സാസുവിനോട് എങ്ങനെ സംസാരിക്കുന്നു ഇന്നത്തെ വിഷയം. നീ കല്യാണം കഴിഞ്ഞു പോയി കഴിഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യും? നീ കല്യാണം കഴിഞ്ഞു പോയാൽ ഞാൻ എന്ത് ചെയ്യും? അയ്യോ, അത് ശരിയാണല്ലോ, അയാൾ അങ്ങനെയല്ലേ പറഞ്ഞത്. ഞാനൊരു കാര്യം ചെയ്യട്ടെ, ഞാൻ നിന്നെ കല്യാണം കഴിച്ചാലോ? സത്യമാടാ, ഞാൻ നിന്നെ കല്യാണം കഴിച്ചാലോ? ഒരു മിനിറ്റ്, വെളുപ്പിന് 3 മണിയായടാ, നീ എന്താ പറയണ? നീ ഉറക്കപ്പിച്ചിലാണോ? ഉറക്കപ്പിച്ചിലല്ല, എന്റെ മനസ്സിലുള്ള കാര്യം, വർഷങ്ങളായിട്ട് ഞാൻ മനസ്സിൽ കൊണ്ടുനടന്ന ഒരു കാര്യം ഞാൻ ചോദിക്കുക. ഞാൻ നിന്നെ കല്യാണം കഴിച്ചോട്ടെ? ശരിക്കും? ശരിക്കും. അപ്പൊ ഇത്രയും നാള് നിനക്ക് എന്നെ ഇഷ്ടമുണ്ടായിരുന്നു? ഭയങ്കര ഇഷ്ടമായിരുന്നു. എന്താ ഇതൊന്നും എന്റെ ഡയലോഗിലില്ല കേട്ടോ, ഇതൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. എന്റെ ഉള്ളിൽ ദിവസം ഞാൻ നിന്റെ കൂടെ ഉണ്ടായിരുന്നു. എന്താടാ നീ ഇത്രയും നാള് മറ്റൊരു റിലേഷൻ നിനക്കുണ്ടായി, അയാളായിട്ട് ചാറ്റ് ചെയ്യുമ്പോൾ എന്റെ മനസ്സ് എന്തോരം മുറിഞ്ഞിട്ടുണ്ടെന്ന് നിനക്കറിയാമോ? ഞാൻ എന്തോരം എന്റെ മനസ്സ് നിറഞ്ഞ് അറിയാമോ? ഇനി മുതൽ നമ്മൾ ഒരുമിച്ചാണോ? ലൈഫ് ലോങ്. I love you so much. I love you. എനിക്ക് റൂമതാ. ഇങ്ങനെയായിരിക്കും ശരിക്കും ഉണ്ടായത്. ഞങ്ങൾ സമ്മതിക്കില്ല, ഇങ്ങനെ തന്നെയാണ്. വെളുപ്പിന് 3 മണി ആയതുകൊണ്ട് ഇങ്ങനെ തന്നെയാണ്.